മലയാളത്തിലെ അപ്കമിംഗ് റിലീസുകളിൽ കാത്തിരിപ്പ് ഉയർത്തിയിട്ടുള്ള നിരവധി ചിത്രങ്ങളുണ്ട്. എന്നാൽ മലയാളിക്ക് പുറമെ മറുഭാഷാ പ്രേക്ഷകരും കാത്തിരിക്കുന്ന ചിത്രം എന്തെന്ന രീതിയിൽ ദൃശ്യം 3 എന്നത് മാത്രമാണ് ഉത്തരം. ഏറ്റവും അധികം ഭാഷയിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട മലയാളത്തിലെ ഫ്രാഞ്ചൈസി ആയതിനാലാണ് മറുഭാഷാ സിനിമാക്കാർക്കിടയിലുള്ള ഈ കാത്തിരിപ്പും. അതിനാൽ തന്നെ ചിത്രത്തിന്റെ വിപണി മൂല്യം വലുതാണ്. അത് വ്യക്തമാക്കുന്ന ചില നിയമ വ്യവഹാരങ്ങളും തർക്കങ്ങളുമൊക്കെ കോടതിയിൽ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുമുണ്ട്. ഇപ്പോഴിതാ ചിത്രത്തിൽ തങ്ങൾ നടത്താനിരിക്കുന്ന വൻ മുതൽമുടക്കിനെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് ബോളിവുഡ് സ്റ്റുഡിയോ ആയ പെൻ സ്റ്റുഡിയോസ്. മോഹൻലാൽ നായകനാകുന്ന ദൃശ്യം 3ക്ക് വേണ്ടി പെൻ സ്റ്റുഡിയോസും പനോരമ സ്റ്റുഡിയോസും ആശുവാ സിനിമാസിൽ 100 കോടി മുതൽ മുടക്കാൻ പോവുകയാണെന്നാണ് നിർമ്മാതാക്കളുടെ പ്രഖ്യാപനം. ദൃശ്യം 3 ഹിന്ദി പതിപ്പിന്റെ നിർമ്മാതാക്കളായ പനോരമ സ്റ്റുഡിയോസ്, ദൃശ്യം 3 മലയാളം ഒറിജിനലിന്റെ ആഗോള തിയേറ്ററുകൾ ഡിജിറ്റൽ റൈറ്റുകൾ പനോരമ സ്റ്റുഡിയോസ് വാങ്ങിയതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ചിത്രത്തിന് ഡിജിറ്റൽ റൈറ്റ്സ് സംബന്ധിച്ച് കോടതി ഒരു കേസും എത്തിയിട്ടുണ്ട്. ദൃശ്യം 3യുടെ ഡിജിറ്റൽ റൈറ്റ്സിന് അവകാശവാദം ഉന്നയിച്ച് പ്രമുഖ ഒ.ടി.ടി പ്ലാറ്റ്ഫോമായ ആമസോൺ പ്രൈം വീഡിയോ രംഗത്തെത്തിയിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ദില്ലി ഹൈക്കോടതിയും ഇവർ സമീപിച്ചു. ഇതേ തുടർന്ന് ദൃശ്യം 3യുടെ ഒ.ടി.ടി കരാർ നിർമ്മാതാക്കൾ ഏർപ്പെടുത്തിയിരിക്കുന്ന താൽക്കാലികമായി വിലക്കിയിരിക്കുകയാണ് ദില്ലി ഹൈക്കോടതി. കേസ് വീണ്ടും പരിഗണിക്കുന്ന മെയ് 15 വരെയാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ചിത്രം തിയേറ്ററിൽ എത്തുന്നതിന് 6 ദിവസം മുമ്പ് വരെ. ഇത് നിർമ്മാതാക്കൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒന്നാണ്. മെയ് 21-നാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള റിലീസ് തീയതി. അതേസമയം പോസിറ്റീവ് അഭിപ്രായം വരുന്ന പക്ഷം ദൃശ്യം 3 കളക്ഷൻ റെക്കോർഡുകൾ പലതും തകർക്കുന്നത് ഉറപ്പാണ്. ദൃശ്യം 2-നും ഇതേ സാധ്യത ഉണ്ടായിരുന്നുവെങ്കിലും കോവിഡ് സമയത്ത് ഡയറക്റ്റ് ഒ.ടി.ടി റിലീസായതാണ് ചിത്രം എത്തിയത്. എന്നാൽ ദൃശ്യം 3ക്ക് മുന്നോടിയായി റീ റിലീസായ ദൃശ്യം 2 തിയേറ്ററിലെത്തിയപ്പോൾ കാണികളും ഉണ്ടായിരുന്നില്ല.